വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയരായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ 2023-24 വർഷത്തെ ബിരുദ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് നടന്ന ചടങ്ങിലാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ 2023-24 വർഷത്തെ ABMA IABUK ബിരുദ കോഴ്സ് പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത്. ABMA ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പോൾ റോസ്ബിയറെ, IABUK ഹെഡ് ജസ്റ്റിൻ ടോർഹോളം, ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലുടി എന്നിവരിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ, കാരടൻ സുലൈമാൻ, മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ജിടെക്കിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി സാധ്യതയും ഇന്റർനാഷണൽ തലത്തിൽ വരെ ഉപകാരപ്രദമായ സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നതെന്നും ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലുടി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ജിടെക് ഇപ്പോൾ നമ്മൾ 24ാമത്തെ വർഷത്തേക്ക് കിടക്കുകയാണ്. ഏകദേശം 29 ലക്ഷം വിദ്യാർത്ഥികളെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പഠിപ്പിക്കാൻ ജിടെക്കിന് പറ്റിയിട്ടുണ്ട്. ജിടെക്കിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് UK എന്നുള്ള ഓഫ് കോൾ റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കുറേ സർട്ടിഫിക്കേഷൻ IAB ABMA പോലുള്ള ഓർഗനൈസേഷൻ്റെ അതുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ GCON. ജിടെക്കിൻ്റെ കോൺവെക്കേഷനാണ്, അതായത് ഗ്രാജുവേഷൻ സെറിമണിയാണ് GCON. അപ്പോൾ ഈ വർഷത്തെ GCON വളരെ ഗംഭീരമായിട്ട് രണ്ടാമത്തെ സെക്കൻഡ് എഡിഷൻ ആണ് ഇപ്പം ഡിസംബറിൽ ഈ മാസത്തിൽ 3 സ്ഥലങ്ങളിൽ വെച്ച് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് കൊണ്ടുള്ള കുട്ടികൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെ പോയാലും അവർക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും നല്ലൊരു ജോലി നേടാനും ഒക്കെ തന്നെ പറ്റും. ഇപ്പോൾ നമുക്ക് ആയിരക്കണക്കിന് ഓരോ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം 2023 ഏകദേശം 35,000 കുട്ടികൾക്കാണ് ജിടെക്കിലൂടെ പഠിച്ച് ജോലി കിട്ടിയിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നും 60 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ജിടെക്കിൽ പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രമായി നിരവധി വിദ്യാർത്ഥികൾക്ക് ജിടെക് വഴി ജോലി ലഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.